ഇന്നത്തെ ചില കനേഡിയൻ പത്രങ്ങളും ബ്രിട്ടനിൽ നിന്നിറങ്ങുന്ന ഗാർഡിയൻ ന്യൂസ് പേപ്പറും G7 ബന്ധപ്പെട്ട് നരേന്ദ്രമോദി പങ്കെടുക്കുന്നതിനെ പറ്റിയും കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പല ചോദ്യങ്ങളും പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ച പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നതിനെ പറ്റി. ഇത് തന്നെയാണ് കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ പറയാൻ ശ്രമിച്ചത്. അതായത് കാനഡയിൽ പ്രധാനമന്ത്രി മോദി അവിടെ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ വളരെ സീരിയസ് ആണ്. ഒന്ന്, കാനഡയുടെ 3 മന്ത്രിമാർ, 3 ക്യാബിനറ്റ് മന്ത്രിമാർ, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉൾപ്പെടെ 3 അല്ല 4ഓളം മന്ത്രിമാർ സിഖ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ഏകദേശം 15ഓളം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് കനേഡിയൻ പാർലമെന്റിൽ ഈ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ പിന്തുണയ്ക്കുന്നവരാണ്, ലിബറൽ പാർട്ടിയാണ്. എന്താണ് പ്രശ്നം? അതായത് കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ട നിജാർ എന്ന് പറഞ്ഞ തീവ്രവാദി, സിഖ് തീവ്രവാദി, അതുമായി ബന്ധപ്പെട്ട് കാനഡ നടത്തിയ അന്വേഷണത്തിൽ ഇന്ത്യ ഗവൺമെന്റ് സഹകരിച്ചില്ല. ഇതാണ് അവിടുത്തെ ഇഷ്യൂ. നിങ്ങൾക്കറിയാം, പന്നുവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലും അമേരിക്കയിലെ അന്വേഷണം ഉണ്ടായ അത് അയാളെ കൊല്ലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ നിജർ കൊല്ലപ്പെട്ടു. അതിൻ്റെ അന്വേഷണം ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്, ചില ആൾക്കാരുടെ പേരുൾപ്പെടെ. അപ്പം അതിനെപ്പറ്റി അന്വേഷണം വന്നിട്ടില്ല. എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ G7 ഇൻവൈറ്റ് ചെയ്തു? ഉറപ്പായിട്ടും ഇത് കാനഡയുടെ താല്പര്യമല്ല, ഇത് അമേരിക്കയുടെ പ്രഷറിലാണ് ഇപ്പം വിളിപ്പിച്ചിരിക്കുന്നത്. അതൊറ്റ കാരണമാണ് ഇത്. അല്ലെങ്കിൽ 10 ലക്ഷത്തോളം പേരാണ് സിഖുകാരുള്ളത് കാനഡയിൽ. അതായത് അവരുടെ പോപ്പുലേഷൻ 2.3%. അതുകൊണ്ടാണ് അവരുടെ പൊളിറ്റിക്സിൽ ഈ പഞ്ചാബി സിഖ് ഒറിജിൻ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ളത്. കാരണം ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടി ഈ 15ഓളം MP-മാരെന്ന് പറയുന്ന ചെറിയൊരു സംഖ്യയല്ല. ഈ ആൽബർട്ട എന്ന് പറയുന്ന ഈ നടക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ ഏകദേശം 1.25 ലക്ഷം സിഖുകാരുണ്ട്. അപ്പൊ ഗ്ലോബൽ സിഖ് കമ്മ്യൂണിറ്റി അവർ പറഞ്ഞിരിക്കുന്നത്, ആൾക്കാരെ കൊല്ലുന്ന റഷ്യയോ ചൈനയോ അവരുടെ ആൾക്കാർ ഇതേപോലെ ഒരു കോൺഫറൻസിന് കാനഡയിൽ പങ്കെടുക്കാൻ വന്നാൽ നിങ്ങൾ പങ്കെടുപ്പിക്കുമോ? എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കുന്നു? ഇത് വേൾഡ് സിഖ് കൗൺസിലിന്റെ ആൾക്കാരാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ കാനഡയുടെ സീനിയർ ആയിട്ടുള്ള ദലിവാൾ, അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് കാർണിയെ സപ്പോർട്ട് ചെയ്യുന്നയാൾ, അയാളും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാനഡയിൽ വിളിച്ചു വരുത്തിയ കാർണി ഗവൺമെന്റ് തെറ്റാണ് കാണിച്ചത്. ഇപ്പം ഈ ചോദ്യങ്ങളോടൊക്കെ മാർക്ക് കാർണി ഒഴിഞ്ഞു മാറി. കാർണി വളരെ, നിങ്ങൾക്കറിയാം, കാനഡയും ഇന്ത്യയും തമ്മിലുള്ള സ്പാറ്റ് വളരെ ഇഷ്യൂ ആയിരുന്നു. 2 ഇന്ത്യ കനേഡിയൻസിന് ഇന്ത്യയിലോട്ടുള്ള വിസ ക്യാൻസൽ ചെയ്യുന്നു, പിന്നീട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. അതേപോലെ 2 രാജ്യങ്ങളും അവിടെ സ്റ്റാഫുകളെ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്നു. 2 രാജ്യങ്ങളും തമ്മിലുള്ള ബൈലാട്രിയൽ ഡിപ്ലോമാറ്റിക് സംഭവം വളരെ സീരിയസ് ആയി ഈ നിജറുമായിട്ടുള്ള കൊലപാതകവും ബന്ധപ്പെട്ട്. കാരണം കാനഡ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യക്ക് എതിരായിട്ട് ഗ്ലോബൽ പല ഫോറങ്ങളിലും, അതായത് ജസ്റ്റിൻ ട്രൂഡോ ആണെങ്കിലും G20 അദ്ദേഹം പങ്കെടുക്കാൻ വന്നപ്പോഴാണെങ്കിലും വളരെ മോശമായ പരാമർശങ്ങളൊക്കെയാണ് നടത്തിയത്. അല്ല, ഫ്ലൈറ്റ് കേടാകുന്നു, തിരിച്ച് ഇന്ത്യ അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ഓഫർ ചെയ്യുന്നു. പക്ഷേ അതല്ല, അവിടുന്ന് ഫ്ലൈറ്റ് വന്ന ശേഷമാണ് പിന്നീട് അദ്ദേഹം പോകുന്നത്. അപ്പോൾ പല മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ G7 ബന്ധപ്പെട്ട് ഈ ഇഷ്യൂ ഇത്രമാത്രം റേസ് ചെയ്ത് കാനഡയിൽ ഉണ്ടാകുകയും അവിടുത്തെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് സിഖ് കമ്മ്യൂണിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അറ്റാക്ക് നടത്തുകയാണ്. അതായത് വരാൻ പോകുന്ന ഈ സംഭവത്തിൽ ഒരു കറുത്ത തുണിയോ സംഭവങ്ങളും പ്രതിഷേധവും ഒക്കെ നടത്തുന്നുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, അമേരിക്കൻ പിന്തുണയോടുകൂടി പങ്കെടുക്കുന്ന ഇന്ത്യ G7 ഒരു ഇൻവൈറ്റി ആയ ഇന്ത്യക്ക് ഈ സിഖ് കമ്മ്യൂണിറ്റി ഇത്രമാത്രം ഒരു രീതിയിൽ വളരെ ശത്രുതാ മനോഭാവത്തോടു കൂടി നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നതും ഇന്ത്യയെ കാണുന്നതും അക്സെപ്റ്റബിൾ അല്ല. അതൊരു നേരായ രീതിയിലുള്ള പോക്കല്ല. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ വെച്ച മറ്റു രാജ്യങ്ങളിലെ പൊളിറ്റിക്സ് വെച്ചിട്ട്
അതായത് ഇവിടുത്തെ കർഷക സമരം, മറ്റുള്ള സമരം, അതിനൊക്കെ പല രീതിയിലുള്ള ആക്രമണം നടത്തുവാൻ വേണ്ടി കനേഡിയൻ ഗവൺമെൻറ്റും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും സോഷ്യൽ മീഡിയയിൽ പല ട്വീറ്റുകൾ ചെയ്തു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യ കാനഡയുടെ ഒരു വിഷയത്തിലും പങ്കെടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ കാനഡയ്ക്കും അവിടെയുള്ള സിഖ് കമ്മ്യൂണിറ്റിക്ക് ഇത്രമാത്രം താല്പര്യമുണ്ടെങ്കിൽ അതിനെതിരെ ഇന്ത്യക്കാർ ഗ്ലോബലായിട്ട് ഒന്നിക്കണം. സിഖുകാർ കാനഡയിൽ മാത്രം ഒന്നുമല്ല, സിഖുകാർ ലോകത്തെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഈ കാണിക്കുന്ന രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുന്നതിനെതിരെ അവിടുത്തെ പൊളിറ്റിക്സിലാണെങ്കിലും അവിടുത്തെ ഭരണപക്ഷിയിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അവിടെയുള്ള മന്ത്രിമാരാണെങ്കിലും എം പിമാരാണെങ്കിലും ഈ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത് തെറ്റാണ്. അത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനെ ശരിക്കും ബാധിക്കുകയും ചെയ്യും. ഉറപ്പായിട്ട് ഇത് അമേരിക്ക ഇടപെടും, മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടും. ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ ആവശ്യം തന്നെയാണ്. അതായത് ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തലവന്മാർ പോകുന്നതും കാണുന്നതുള്ള സ്വാഭാവികമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ അവിടെയുള്ള രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററോട് ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക ജനാധിപത്യമാണ്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തോട്ട് ഇത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ ഗവൺമെൻറ് ആ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.